ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത് ഇന്ന് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. മൂണ്ട്ര മനിതൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് വഴിയാണ് ഈ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തമിഴ് സിനിമ കൂടി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. റൂബൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് റബൽ മൂൺസ് തന്നെ ഇംഗ്ലീഷ് മൂവിയുടെ ഡയറക്ടേഴ്സ് കട്ടാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് വഴി. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. 2 പാർട്ടായിട്ട് വന്നിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ. മൾട്ടി ലാംഗ്വേജിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഡയറക്ടേഴ്സ് കട്ടാണ്. റബൽ മൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്ത് SS രാജമൗലിയുടെ ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ്. മോഡേൺ മാസ്റ്റേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. മോഡേൺ മാസ്റ്റേഴ്സ് SS രാജമൗലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡോക്യുമെന്ററി സീരീസ് ആണ്. ഹിന്ദി തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഇന്ന് ഉച്ചയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ടെർബോയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9 തീയതി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോണി ലീവിൽ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ ആഗസ്റ്റ് 9 എന്നുള്ളത് ആഗസ്റ്റ് മാസം 8 തീയതി റിലീസ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് സോണി ലീവിൽ ഒരു സിനിമ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലേ തന്നെ റിലീസ് ചെയ്യാറുണ്ട്. അതിനൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ബൃന്ദ എന്ന് പറഞ്ഞ സീരീസ്. ആഗസ്റ്റ് മാസം 2 തീയതി റിലീസ് ചെയ്യാൻ അവർ ഒഫീഷ്യലി പുറത്തുവിട്ട ഒരു സീരീസ് ആയിരുന്നു. പക്ഷെ ഇന്നലെ ആഗസ്റ്റ് മാസം 1 തീയതി വൈകുന്നേരം ഈ ഒരു സീരീസ് റിലീസ് ചെയ്തു. തൃശ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. 8 എപ്പിസോഡ് അടങ്ങുന്ന സീരീസ് ആണ് ബൃന്ദ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമയാണ്. പ്രാപ്പട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രാപ്പട സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ പരീക്ഷണ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം ഈ ഒരു സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. ഞാൻ ഈ സിനിമയുടെ ഏകദേശം 3/4 ഭാഗത്തോളം കണ്ടു കഴിഞ്ഞു. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. ഉള്ളൊഴുക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് വഴി ഒരു സിനിമ ഔട്ട് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ പാർവതി തിരുവോത്ത് അതുപോലെ തന്നെ ഉർവശിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ലൈഫ് ഹിൽ ഗെയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 9 തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു തമിഴ് സിനിമയാണ്. സത്യരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ആഗസ്റ്റ് മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു തെലുങ്ക് സിനിമയാണ്. ഡാർലിംഗ് വൈ ദിസ് കൊലവെറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 13 തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, സീരീസുകൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ, സീരീസുകൾ, ഏത് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ബൃന്ദ എന്ന സീരീസിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.